സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നിങ്ങളുടെ ബൈബിളിൽ നിങ്ങൾ മർക്കോസിന്റെ സുവിശേഷം എടുക്കുക. പെട്ടെന്ന് ആദ്യം എടുത്ത ആളുകൾ കൈ ഉയർത്തുക. നോക്കൂ, ബൈബിൾ വായിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് അത് എടുക്കുവാൻ കഴിഞ്ഞു. വായിക്കാത്ത ആളുകൾ ഇപ്പോഴും ഉൽപ്പത്തി മുതൽ തപ്പുകയാണ്. പഴയ നിയമത്തിൽ 39 ഈ പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങൾ, അങ്ങനെ 66 പുസ്തകങ്ങൾ മൊത്തം. 1600 വർഷങ്ങൾ കൊണ്ട് 40 ഗ്രന്ഥകർത്താക്കന്മാർ 3 വ്യത്യസ്തമായ ഭാഷകളിൽ എഴുതി. എന്നാൽ ആ പുസ്തകം നാം വായിക്കുമ്പോൾ അതിൻ്റെ സകല ആളുകളും എഴുതിയതെല്ലാം ഒരേ വിഷയത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. കാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലാണ് അവർ എഴുതിയത്. വേദപുസ്തകം ഒരു സാധാരണ പുസ്തകമല്ല. ദൈവം മനുഷ്യർക്ക് വേണ്ടി എഴുതിയ പ്രേമലേഖനമാണത്. നാം ശ്രദ്ധയോടെ അത് വായിച്ചാൽ, ആഗ്രഹത്തോടുകൂടി വായിച്ചാൽ, അനേക സത്യങ്ങൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന സമയത്ത് ദൈവം നമുക്കതിൽ കൂടി വെളിപ്പെടുത്തി നൽകാനിടയാകും. 5-ാം അധ്യായം 1 മുതലുള്ള ചില വചനങ്ങൾ ഞാൻ വായിക്കുകയാണ്. ശ്രദ്ധിക്കുക. ബൈബിൾ ഉള്ളവർ വായിക്കുക, അല്ലാത്തവർ കേൾക്കുക. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തു എത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്നു വന്നു അവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിൽ ആയിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചു കൂടാഞ്ഞു. യേശുക്രിസ്തു പടക് ഇറങ്ങിയ ഉടനെ തന്നെ, യേശുക്രിസ്തു ഒരിക്കലും കാറിൽ കയറി പോയിട്ടില്ല, വിമാനത്തിൽ കയറി പോയിട്ടില്ല, ബസ്സിൽ കയറിയിട്ടില്ല. അവൻ കാൽനടയായിട്ട് പോയി അനേകം ഗ്രാമങ്ങളിൽ കൂടി യാത്ര ചെയ്ത് നശിച്ചു പോകുന്ന അനേകരെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. പലവിധമായ രോഗങ്ങൾ അവൻ തൊട്ട് സൗഖ്യമാക്കി. പിശാചിനാൽ ബാധിക്കപ്പെട്ട അനേകരെ അവൻ വിടുവിച്ചു. യേശുക്രിസ്തു നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. ഇസ്രായേലിൽ ചെല്ലുകയാണെങ്കിൽ ഗലീലിയ സമുദ്രം ഇപ്പോഴും നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നതാണ്. ഇതുവരെ 3 പ്രാവശ്യം ഇസ്രായേൽ സന്ദർശിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ആ ഗലീലിയ സമുദ്രത്തിന്റെ തീരത്തുകൂടെ കടന്നു പോയ സമയത്ത് എനിക്ക് വളരെ ആശ്ചര്യമുണ്ടാകാനിടയായി യേശുക്രിസ്തു പോയ സ്ഥലങ്ങൾ കണ്ടപ്പോൾ. ബെത്സയിദ, ഗദരദേശം, 5 അപ്പവും 2 മീനും പങ്കുവെച്ച് കൊടുത്തതായ ആ പർവ്വതത്തിന്റെ സ്ഥലം, അതുപോലെ കഫർനഹോം, അങ്ങനെ ആ സ്ഥലങ്ങളെല്ലാം തന്നെ ഏകദേശം അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നവയാണ്. ആ ഗലീലിയ സമുദ്രത്തിന്റെ ഇക്കരയിൽ നിന്നും അക്കരയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അക്കാലത്ത് സ്റ്റീമേഴ്സ് ഉണ്ടായിരുന്നില്ല, ബോട്ടുകൾ ഉണ്ടായിരുന്നില്ല. ചെറിയ പടക് കയറി ആ പടകിലായിരുന്നു അവർ ഇക്കരയിൽ നിന്നും അക്കരയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവൻ ബെത്സയിദ വെച്ച് കണ്ണില്ലാത്ത വ്യക്തിക്ക് കാഴ്ച കൊടുത്തു. 5 അപ്പവും 2 മീനും പകത്ത് 5000-ഓളം ആളുകൾക്ക് കൊടുത്തു. അതിനുശേഷം ആദ്യമായിട്ട് ഗദരദേശം എന്ന ഗ്രാമത്തിലേക്ക് വരികയാണ്. ഗ്രാമത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള ഗ്രാമത്തിന്റെ ഒരു പേരാണ് ഗദരദേശം. അത് സമുദ്രത്തിന്റെ തീരത്തുള്ള ഗ്രാമമായിരുന്നു. ആ സമുദ്രത്തിന്റെ തീരത്ത് യേശുക്രിസ്തു പടകിൽ വന്ന് ഇറങ്ങിയ ഉടനെ ആരാണ് അവനെ എതിരേറ്റത്? കല്ലറയിൽ നിന്ന് ഒച്ചയും ബഹളവുമൊക്കെ ഉണ്ടാക്കി നഗ്നനായി ഒരുവൻ അങ്ങോട്ട് വന്നു. അവന്റെ അടുക്കിലേക്ക് ഓടി വരികയാണ്. ആ ഗ്രാമത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് ആർക്കും തന്നെ യേശുവിനെ അറിയുകയില്ല. ചില ദൈവദാസന്മാരെ വിളിച്ചാൽ പറയും, ഇത്ര ആളുകളില്ലെങ്കിൽ ഞാൻ മീറ്റിങ്ങിന് വരികയില്ല എന്ന്. അവിടെ ആരുമില്ലായിരുന്നു. ഒരുവന് വേണ്ടി മാത്രമാണ് അത്ര ദൂരം യേശുക്രിസ്തു വന്നത്. നിങ്ങൾക്കറിയാമോ, കർത്താവ് നമ്മെ എല്ലാവരെയും വ്യക്തിപരമായി സ്നേഹിക്കുന്നവനാണ്. നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ദൈവമാണ്. ഇന്നുള്ള അനേകരും പറയുന്നു, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നോട് ആർക്കും കരുതലില്ല, എന്നെ സഹായിക്കുവാൻ ആരുമില്ല, എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞിരിക്കുന്നു, എൻ്റെ മാതാപിതാക്കൾ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്നു, ഞാനിപ്പോൾ എവിടേക്കാണ് പോകേണ്ടത്, എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പരിശ്രമിക്കുകയാണ് എന്ന് എത്രയോ സഹോദരിമാർ വന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥന അപേക്ഷിക്കുമ്പോൾ എനിക്കത് കേട്ട് ഒരുപാട് ദുഃഖമുണ്ടാകാറുണ്ട്. എത്രയോ ആളുകൾ ഇന്ന് മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, കല്യാണം കഴിച്ച ഭാര്യയോട് കരുണ തോന്നാത്തതായ ഭർത്താക്കന്മാർ, ക്രൂരതയുള്ളവർ, സ്വന്തം മക്കൾ അവരുടെ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു കളയുന്നു. ഈ ഗദരദേശത്ത് ഭൂതം ബാധിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവനെ കണ്ടിട്ട് എല്ലാവർക്കും വളരെ വെറുപ്പും മടുപ്പും ഉണ്ടാകുവാനിടയായി. അവന്റെ മാതാപിതാക്കൾ പോലും വിചാരിച്ചു, ഇവനിനി മാറുകയില്ല, ഇവനെക്കൊണ്ട് ഇനി ഒരു പ്രയോജനവുമില്ല. ഇവന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഇവൻ പറഞ്ഞാൽ അനുസരിക്കുകയില്ല,
വീട്ടിലിരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയില്ല. കയറുകൊണ്ട് ബന്ധിക്കാൻ ശ്രമിച്ചാൽ അതെല്ലാം പൊട്ടിച്ചു കളയും. ചങ്ങല കൊണ്ട് ബന്ധിക്കാൻ ശ്രമിച്ചാൽ ചങ്ങല പോലും അവൻ പൊട്ടിച്ചു കളയും. വസ്ത്രം ധരിക്കുകയില്ല, നിലവിളിച്ചുകൊണ്ടേയിരിക്കും. കല്ലെടുത്ത് തന്നെത്താനെ ഇടിച്ചു മുറിവേൽപ്പിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. അവസാനം സഹിക്കവയ്യാതെ വീട്ടുകാർ എല്ലാം അവനെ ഉപേക്ഷിച്ചു കളയാനിടയായി. അവൻ കല്ലറകളിലായിരുന്നു താമസിച്ചിരുന്നത്. ആരാണ് കല്ലറയിൽ താമസിക്കുന്നത്? നിങ്ങളുടെ അഡ്രസ്സ് ചോദിക്കുമ്പോൾ കല്ലറയുടെ അടുത്താണെന്ന് പറയുകയാണെങ്കിൽ കേൾക്കുന്നവർ എന്ത് വിചാരിക്കും? അവർ ഇങ്ങനെ നോക്കും, ഇവൻ മനുഷ്യനാണോ ഭൂതമാണോ എന്ന്. എന്താണ്? കല്ലറയിൽ മരിച്ച ആളുകളാണുള്ളത്, പ്രേതാത്മാക്കളുണ്ട്. എന്നാൽ ഇവൻ കല്ലറകളിലാണ് നിവസിക്കുന്നത്, നഗ്നനായി ജീവിക്കുന്നു. അവൻ തന്നെത്താൻ അടിച്ച മുറിവേൽപ്പിക്കുന്നു, നിലവിളിച്ചു നടക്കുന്നു. എല്ലാവരും കണ്ടിട്ട് അവനെ ഉപേക്ഷിച്ചു കളയാനിടയായി. എന്നാൽ കർത്താവ് അവനെ കണ്ടു. ആ യൗവനക്കാരൻ്റെ ജീവിതം മാറ്റണം. ആ വ്യക്തിക്ക് ഒരു പുതിയ ജീവിതം എനിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് സമുദ്രത്തിൽ കൂടി യാത്ര ചെയ്ത്, ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ആ തോണി ഇറങ്ങിയ ഉടൻ തന്നെ അവൻ ഓടി വരുവാനിടയായി. അവൻ വന്നിട്ട് എന്താണ് പറയുന്നത്? മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്തു? ദൈവത്താണ്, എന്നെ ദണ്ഡിപ്പിക്കരുതേ. മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുക്രിസ്തു ആരാകുന്നു? യേശുക്രിസ്തു ആരാണ്? അവിടെയുള്ളത് നോക്കി പറയണ്ട, നിങ്ങൾക്കറിയാവുന്നത് പറയുക. യേശുക്രിസ്തു ആരാണെന്നറിയില്ലെങ്കിൽ, നീ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് അറിയില്ല എങ്കിൽ നിന്റെ ജീവിതം എങ്ങനെയായിരിക്കും പറയുക? ശ്രദ്ധിക്കൂ, നിങ്ങളുടെ പിതാവ് എത്ര വലിയവനാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമല്ലയോ നിങ്ങൾക്ക് അതനുസരിച്ച് ജീവിക്കുവാൻ കഴിയൂ. നിങ്ങളുടെ പിതാവിന് എത്രമാത്രം സ്വത്തുണ്ടെന്ന് അറിയുമ്പോഴല്ലേ നിങ്ങൾ എത്ര ധനവാനെന്ന് മനസ്സിലാകുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ആരാണെന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ ലജ്ജിക്കുന്നത്? അവൻ ആരാകുന്നു? ലോകരക്ഷകൻ. അവൻ എൻ്റെയും നിന്റെയും രക്ഷകൻ മാത്രമല്ല, അവൻ സർവ്വലോകത്തിൻ്റെയും രക്ഷകനാകുന്നു. അവൻ ആരാണ്? രാജാക്കന്മാരുടെ രാജാവ്. അവൻ ആരാണ്? കർത്താതി കർത്താവ്. അവൻ ആരാകുന്നു? വിമോചകനായ ദൈവം. പാപത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതായ ദൈവമാകുന്നു അവൻ. അപ്പോൾ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ആളുകൾ അവനെ എത്രമാത്രം മഹത്വപ്പെടുത്തണം. ഇന്ന് ആളുകൾ യേശുവിനെ അറിഞ്ഞിട്ട് മഹത്വീകരിക്കുന്നില്ല. നമ്മുടെ പ്രശ്നങ്ങളാണ് നാം എപ്പോഴും ചിന്തിക്കുന്നത്. നമ്മുടെ യേശുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് അറിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ വളരെ ചെറുതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾക്ക് കടഭാരമുണ്ട്, എൻ്റെ കുടുംബത്തിൽ കലഹമാണ്, അമ്മായിയമ്മ എന്നോട് വഴക്കുണ്ടാക്കുന്നു, അയൽക്കാർ എന്നോട് വഴക്കുണ്ടാക്കുന്നു, എൻ്റെ മകനാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പണമെല്ലാം എടുത്തു കൊണ്ടുപോയി, ഞങ്ങൾക്ക് മൊത്തം കഷ്ടതയാണ്, ഞങ്ങൾക്ക് കൃഷിയില്ല, കൃഷിഫലം ഒന്നുമില്ല, എനിക്ക് രോഗമാണെന്ന് തോന്നുന്നു, TV ആയിരിക്കുമോ അത്, എനിക്ക് പനി വന്നിരിക്കുന്നു, എന്തൊരു പനിയാണോ? ഇത് തന്നെ ആലോചിച്ചിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിരാശപ്പെട്ടു പോകും. ജീവിതം വളരെ വിരക്തിയായി തോന്നും. നിനക്ക് രോഗം വന്നോ? സൗഖ്യമാക്കുന്ന യഹോവ ഞാനാകുന്നു. നിനക്ക് ദുഃഖമാണോ? ആശ്വസിപ്പിക്കുന്നവൻ ഞാനാകുന്നു. നിനക്കാരുമില്ലേ നിന്നെ സ്നേഹിക്കുവാൻ, നിന്നെ ആശ്വസിപ്പിക്കുവാൻ, നിന്നെ സഹായിക്കുവാനായിട്ട് ഞാനുണ്ട്. ഞാൻ നിന്നെ കരം പിടിച്ച് നടത്തുന്നവനാണ്. ഒരു നാളും നിന്നെ ഉപേക്ഷിക്കാത്തതായ ദൈവം ഞാനാകുന്നു. ഇങ്ങനെ ദൈവത്തിൻ്റെ മഹത്വത്തെ എപ്പോഴും നീ ചിന്തിച്ചു കൊണ്ടിരിക്കുക. അത് ആരാധനയാണ്. പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ നിന്റെ വിഷയങ്ങൾ ഇങ്ങനെ ദൈവത്തോട് പറയുന്നതല്ല. പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളും ഓർക്കുക. നിന്റെ കർത്താവ് എത്ര വലിയവനാണെന്ന് മനസ്സിലാക്കി കർത്താവിനെ നീ സ്തുതിക്കേണ്ടതാണ്. ഇല്ല എങ്കിൽ നിന്റെ പ്രശ്നങ്ങൾ നിനക്ക് വലുതായി തോന്നും. കർത്താവിനെ സ്തുതിക്കുന്ന വ്യക്തിയെ പിശാചിന് തൊടുവാൻ കഴിയില്ല. ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്ന വ്യക്തികളുടെ കൂടെയാണ് പിശാച് നിവസിക്കുവാൻ വരുന്നത്. ഇവനെ ഇവിടെ പിശാചിനാൽ ബന്ധിക്കപ്പെട്ടതായി കാണാം. എന്തു സംഭവിച്ചുവെന്ന് നോക്കാം. ഓരോരോ വചനങ്ങൾ നമുക്ക് വായിച്ച് ശ്രദ്ധിക്കാം. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും. എന്താണ് അവൻ ഇവിടെ ചെയ്യുന്നത്? അവൻ നിലവിളിക്കുകയാണ്. ശ്രദ്ധിക്കുക. മനുഷ്യൻ സംസാരിക്കുമോ നിലവിളിക്കുമോ? പറയൂ. ഉച്ചത്തിൽ കരയുന്നത് ആരാണ്? മൃഗങ്ങൾ. ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ സംസാരിക്കുകയാണോ അതോ നിങ്ങൾ കലഹിക്കുകയാണോ ചെയ്യുന്നത്? ചില വ്യക്തികളുടെ ഭവനങ്ങളിൽ സംസാരിക്കുകയില്ല. എന്താണ്? ചോറ് വിളമ്പൂ, വേണേ കഴിക്കൂ.
എവിടെ പോയതാ, നിനക്കെന്താണ്? ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി പറയുന്നത് കേട്ടിട്ടുണ്ടോ? കൂടുതൽ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ അവർ ചീത്ത വിളിക്കുന്നതും കേൾക്കാം. ചീത്ത വിളിക്കുന്ന ആളുകൾ ഇവിടെയുണ്ടെങ്കിൽ ഇന്നു തന്നെ ആ ചീത്തവിളി നിങ്ങൾ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ നാക്ക് കർത്താവ് പിഴുതെടുക്കും. വ്യാജം പറയുന്നവൻ്റെ നാവുകൾ നാം ഒരിക്കലും ഭോഷ്ക് പറയാനോ വ്യാജം പറയുവാനോ ചീത്ത വിളിക്കാനോ പാടില്ല. അതുപോലെ നാം നമ്മുടെ ഇടയിൽ കളിവാക്കോ അതുപോലെ പൊട്ടച്ചൊല്ലോ ഒന്നും ഉണ്ടാകുവാൻ പാടില്ല. അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള വാക്കുകൾ നിന്റെ വായിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അത് പിശാചിൻ്റെ സ്വാധീനമാണെന്ന് മനസ്സിലാക്കൂ. ദൈവത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുവാൻ പഠിക്കൂ. നിങ്ങളുടെ മക്കളോട് സ്നേഹത്തോടു കൂടി സംസാരിച്ചാൽ നിങ്ങളുടെ മക്കൾ അനുസരണക്കേട് കാണിക്കുകയില്ല. നിങ്ങളുടെ യൗവനക്കാരായ മക്കളെ വെറുതെ വഴക്ക് പറയുകയും അടിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ കാലത്ത് അവർ വീട് വിട്ടിട്ട് പോകാനിടയാകും. നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കാത്തത് കൊണ്ട് പിശാച് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ കൊണ്ട് മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും സിഗരറ്റ് വലിയും അങ്ങനെ ഒന്നിനും കൊള്ളാത്ത പാപങ്ങൾക്ക് വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കൾ ബഹളം വയ്ക്കുവാൻ പാടില്ല. എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? മെല്ലെ സംസാരിക്കുക, പതിയെ സംസാരിക്കണം. ദൈവത്തിൻ്റെ മക്കൾ സ്നേഹത്തോടെ സംസാരിക്കണം. നമ്മുടെ വാക്കുകൾ ഉപ്പുപോലെ രുചിയുള്ളതായിരിക്കണം. സ്നേഹത്തോടെ സംസാരിക്കണം. രണ്ടാമത് എന്താണ് ചെയ്തത്? തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവൻ തന്നെത്താൻ തൻ്റെ ശരീരത്തെ തന്നെ ഉപദ്രവിച്ച് മുറിവേൽപ്പിച്ച് പോന്നു. കല്ലെടുത്ത് തന്നെത്താൻ ഉപദ്രവിച്ചാൽ എന്താണ് പറ്റുന്നത്? തന്നെത്താൻ മുറിവേൽക്കപ്പെടുകയും രക്തമൊഴുകുകയും. അങ്ങനെ അവൻ സ്വയം നശിക്കുവാൻ ശ്രമിക്കുന്നു. സിഗരറ്റ് വലിക്കുന്ന ആളുകൾ, ബീഡി വലിക്കുന്നതായ ആളുകൾ, ചുരുട്ട് വലിക്കുന്ന ആളുകൾ, പാൻ പരാഗും മറ്റും ഉപയോഗിക്കുന്ന ആളുകൾ എന്താണ് ചെയ്യുന്നത്? അവർ ദൈവം നൽകിയ ആ നല്ല ശരീരത്തെ നശിപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നത്. ഓർക്കുക, എത്രയോ ആളുകൾ ഇന്ന് ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. ശ്വാസകോശ സംബന്ധിച്ച രോഗം, കിഡ്നി സംബന്ധിച്ച രോഗമായി. അങ്ങനെ ശരീരത്തിൻ്റെ അവയവങ്ങൾ നശിച്ചു പോകുന്നതിന് കാരണം നിന്റെ പാപം തന്നെ നിനക്ക് ദോഷമായി തീരുന്നത് കൊണ്ടാണ്. ഇന്നെത്രയോ യൗവനക്കാർ ദുശീലങ്ങൾക്ക് അടിമയായി മാറുന്നുണ്ട്. ഓർക്കുക, ഇന്ന് ഈ സെൽഫോൺ വന്നതിന് ശേഷം അനേകം ആളുകളും സെൽഫോണിൽ കൂടിയാണ് വഴക്കുണ്ടാക്കാറുള്ളത്. സെൽഫോണിൽ കൂടെ വഴക്കുണ്ടാക്കുമോ? എപ്പോഴും അതിൽ തന്നെ നോക്കിയിരുന്നാൽ എന്താണ് ചെയ്യുന്നത്? നിങ്ങളിൽ എത്ര ആളുകൾക്ക് സെൽഫോൺ ഉണ്ട്? കൈ ഉയർത്താമോ? കൈ ഉയർത്തു. മകളെ, സെൽഫോണില്ലെങ്കിൽ നീ ഇനി വാങ്ങരുത്. ആ കാശിന് ഒരു പവൻ സ്വർണം വാങ്ങി വയ്ക്കുവാൻ ശ്രമിക്കൂ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അതുകൊണ്ട് ആവശ്യമുണ്ടാകും. എന്താണ്? ആ സെൽഫോൺ മേടിച്ചിട്ട് അതിൽ കൂടിയാണ് വഴക്കുണ്ടാക്കുന്നത്. പണം കൊടുത്ത് വാങ്ങിയിട്ട് അതിൽ കൂടി ചീത്ത വിഷയങ്ങൾ നിങ്ങൾ കാണുന്നു. ഇന്നെത്രയോ യൗവനക്കാരുണ്ട്, പഠിക്കുവാൻ പറഞ്ഞാൽ പഠിക്കുകയില്ല, സെൽഫോൺ നോക്കിക്കൊണ്ടേയിരിക്കും. ഇന്ന് കല്യാണം കഴിച്ച ആളുകളെ നോക്കിയാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുകയില്ല. അവരവരുടെ ഫോൺ അവർ വെച്ചിട്ട് ആരോടോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കാലത്ത് തലച്ചോറിൻ്റെ ഞരമ്പുകൾക്ക് ക്ഷതം സംഭവിക്കുന്നു. നിങ്ങൾക്ക് ശക്തമായ തലവേദന ഉണ്ടാകുന്ന കാരണം കാണുവാൻ പാടില്ലാത്തത് കാണുന്നത് കൊണ്ടാണ്. കേൾക്കുവാൻ പാടില്ലാത്തത് കേൾക്കുന്നു. നിങ്ങളുടെ മനസ്സ് മുഴുവൻ ലോകത്തിലുള്ള അനാവശ്യമായ കാര്യങ്ങളെ കൊണ്ട് നിറച്ചിരിക്കുന്നു. തന്നെത്താൻ വേദനിപ്പിക്കുകയാണ്. വേശ്യാസ്ത്രീ ആഴമുള്ള കുഴിയും പരസ്ത്രീ ഇടുക്കമുള്ള കിണറും ആകുന്നു. അത് തമാശയാണെന്ന് പറഞ്ഞു പോയി എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ വരുത്തിവെക്കുകയാണ്. ഒരുവൻ തീയിൽ കൂടി നടന്നാൽ അവൻ്റെ കാല് വെന്തുപോകാതിരിക്കുമോ? ഒരുവന്റെ മടിയിൽ തീക്കനൽ കൊണ്ടുവന്നാൽ മടി വെന്തുപോകാതിരിക്കുമോ? അന്യന്റെ ഭാര്യയെ ആഗ്രഹിക്കുന്നവർ അപ്രകാരം തന്നെ നശിച്ചു പോകുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. കഴിഞ്ഞ ദിവസം ഒരിടത്ത് മീറ്റിംഗ് കഴിഞ്ഞ സമയത്ത് എത്രയോ സഹോദരിമാർ വന്നിട്ട് പറയുന്നു, എൻ്റെ ഭർത്താവ് എന്നെയും മക്കളെയും ഉപേക്ഷിച്ച് പരസ്ത്രീയുമായി പോയിരിക്കുന്നു, സമ്പാദ്യമെല്ലാം അവിടെ കൊണ്ടു കൊടുക്കുന്നു, എന്നെയും മക്കളെയും ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു. എത്രയോ ആളുകൾ വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യയോടൊപ്പം അല്ലാതെ പരസ്ത്രീകളുമായി ബന്ധം സ്ഥാപിച്ച് അവരുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്നു, മക്കളുടെ ഭാവിയെ നശിപ്പിച്ച് കളയുന്നു. വ്യഭിചാരം എന്നത് പിശാചിന്റെ ഒരു ആയുധമാണ്. തന്മൂലം അനേകം ആളുകളെ ഇക്കാലത്ത് അവൻ നശിപ്പിച്ചു കളയുന്നു. യൗവനക്കാർ അനേകർ വിവാഹത്തിന് മുൻപ് തന്നെ അവരുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തി കളയുന്നു. വിവാഹം കഴിഞ്ഞ ആളുകൾ തങ്ങൾക്ക് ദൈവം നൽകിയതായ ഭാര്യയുമായി കുടുംബമായി ചേർന്ന് സന്തോഷിക്കുന്നതിന് പകരം വിവാഹേതര ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് തങ്ങളുടെ ശരീരത്തിൽ രോഗങ്ങൾ വരുത്തിവെക്കുകയാണ്. സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പരിധികൾ ലംഘിക്കുമ്പോൾ നിന്നെ നീ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കുന്നത്, നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നത്, നിങ്ങൾ അനേകർക്ക് തലവേദനയായി മാറിയിരിക്കുന്നത്?
എന്താണ്? ഭർത്താവ് എന്നാൽ കുടുംബത്തിന്റെ ഭാരം വഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ജീവിക്കേണ്ടത്. എന്നാൽ ഇന്നത്തെ കാലത്ത് ചിലർ പറയുന്നു ഭർത്താവ് ഒരു യമനാണെന്ന്. യമനാണെങ്കിൽ എങ്ങനെയാണ് കുടുംബജീവിതം നയിക്കുന്നത്? ഒരു സ്ത്രീ പ്രകാരം പറയാനിടയായി, ഭർത്താവ് വലിയ ക്രൂരനാണ്, എല്ലാ ദിവസവും ഉപദ്രവിക്കും എന്ന്. എന്നിട്ട് പറയുന്നു അദ്ദേഹം എല്ലാ ദിവസവും വന്നിട്ട് എൻ്റെ ജീവൻ എടുക്കുകയാണ് എന്ന്. ഞാൻ ചോദിച്ചു, ജീവൻ പോയിട്ടില്ലല്ലോ, അത് പോയെങ്കിൽ നന്നായിരുന്നു. എല്ലാ ദിവസവും വന്നിട്ട് ജീവൻ എടുത്തുകൊണ്ടേയിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്താണ്? കുടുംബം ഭരിക്കേണ്ടതായ ഭർത്താവ്, പരിപാലിക്കേണ്ടതായ ഭർത്താവ്, ഭാര്യയുടെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കേണ്ടതായ ഭർത്താവ് അവർക്ക് ഭാരമായി തീർന്നിരിക്കുകയാണ്. ഈ ഗദരദേശത്തെ ഭൂതബാധിസ്ഥനും ഇവർക്കും തമ്മിൽ വലിയ വ്യത്യാസം ഒന്നുമില്ല. നീ കാരണം മറ്റുള്ളവർക്ക് നന്മയല്ലാതെ മറ്റുള്ളവർക്ക് തിന്മ ഉണ്ടാകുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം നീ പിശാചിന്റെ കയ്യിൽ ആകുന്നു എന്നാണ്. ദൈവം അവനെ കണ്ടു. മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. പിശാചിന് അറിയാം ദൈവം ആരാണെന്ന്. മനുഷ്യരിൽ പലർക്കുമാണ് അതറിയാത്തത്. യേശു യഥാർത്ഥ ദൈവമാണോ, സത്യദൈവമാണോ എന്ന് പലരും ഇപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ദൈവമാണെന്ന് എവിടെയും ബൈബിളിൽ അവൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പലരും പറയും. അത് കേട്ട് എനിക്ക് അതിശയം തോന്നും. നോക്കൂ, നിങ്ങളുടെ ഭർത്താവ് വീട്ടിൽ താമസിച്ച് വരികയാണെങ്കിൽ എന്തു ചെയ്യും? വീട്ടിൽ വന്നിട്ട് വാതിലിൽ മുട്ടുവാൻ ഇടയാകും. അതല്ലേ ചെയ്യുന്നത്? വാതിൽ ശക്തമായി മുട്ടും. വീട്ടിലിരിക്കുന്ന നിങ്ങൾ സ്ത്രീകൾ എന്താണ് ചോദിക്കുന്നത്? അപ്പോൾ അകത്തുനിന്നും ആരാണ്, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഭർത്താവ് എന്താണ് പറയുന്നത്? ഞാനാണ്, ഞാനാണ്. അല്ലാതെ നിന്റെ ഭർത്താവ് മത്തായിയാണെന്ന് വെളിയിൽ നിന്ന് പറയുമോ? പറയൂ. എന്താണ് അങ്ങനെ പറയേണ്ടതായ ആവശ്യമുണ്ടോ? ഞാനാണെന്ന് പറയുമ്പോൾ, ഞാനെന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾ ചോദിക്കുമോ? ചോദിക്കില്ല. കാരണം നിങ്ങളുടെ ഭർത്താവിൻ്റെ ശബ്ദം നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. അതാണ് ദൈവം അതാണ് പറഞ്ഞത്, ഞാനാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടിയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ആടുകൾക്ക് നല്ല ഇടയനാകുന്നു. എന്താണ്? ഞാൻ ആകുന്നു എന്നവൻ പറഞ്ഞു. എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വിടുതൽ ഉണ്ട്. പിന്നെന്തിനാണ് നിങ്ങൾക്ക് സംശയമുണ്ടാകുന്നത്? സംശയിക്കുവാൻ ഒരിക്കലും പാടില്ല. സംശയമുണ്ടാവുമെങ്കിൽ അത് കൂടിയിട്ട് പിശാചിൻ്റെ പ്രവൃത്തിയായി മാറും. വിശ്വസിക്കുക. അവൻ പറയുന്നു, വിശ്വസിക്കുന്നവന് സകലതും സാധ്യമാകുന്നു എന്ന്. മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്തിന് നമ്മെക്കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ലയോ? നിന്നെക്കൊണ്ടാണ് എനിക്ക് കാര്യമുള്ളത്. നിന്നെ എനിക്ക് വേണം. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മാതാവിൻ്റെ ഗർഭത്തിൽ ആയിരുന്നപ്പോൾ തന്നെ നമ്മെ അറിഞ്ഞ കർത്താവ് നമ്മെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് സൃഷ്ടിച്ചത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ മുഖം പോലും എനിക്ക് വ്യക്തമായി കാണില്ല. എന്നാൽ കർത്താവ് ഇവിടെ നിന്ന് ഇന്ന് നിങ്ങളെ എല്ലാവരെയും കാണുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അവൻ നോക്കുകയാണ്. ആ ഹൃദയം ഞാൻ നിനക്ക് തരില്ല എന്ന് ചില ആളുകൾ പറയുന്നു. എത്രയോ ദിവസമായി നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എന്താണ്? എത്രയോ കാലമായി നിന്റെ പിറകെ ഞാൻ വരികയാണ്. നീ ജനിച്ചന്നു മുതൽ എൻ്റെ ദൃഷ്ടി നിന്റെ മേൽ തന്നെയാകുന്നു. നിന്നെ ദർശിക്കുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ. നീ എന്തിനാണ് ജനിച്ചതെന്ന് നീ അറിയുന്നതിനു വേണ്ടി, നിന്റെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ സകല ഉദ്ദേശങ്ങളും പദ്ധതികളും നിന്നെ അറിയിക്കുന്നതിനായി. അതിനുവേണ്ടി കർത്താവ് കാത്തിരിക്കുകയാണ്. ഞാൻ കർത്താവിനെ എപ്പോഴും സ്തുതിക്കും. എൻ്റെ 18-ാമത്തെ വയസ്സിലായിരുന്നു ഞാൻ കർത്താവിനെ രക്ഷിക്കപ്പെടാനിടയായത്. അവനെ എൻ്റെ സ്വന്തം രക്ഷകനായി ഞാൻ സ്വീകരിച്ചത്. അതുകൊണ്ട് എൻ്റെ ജീവിതം ധന്യമായി പോയി. എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ നാശമാക്കി കളഞ്ഞിട്ട് മദ്യപിച്ച് വ്യഭിചാരിയായി എൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചിട്ട് അവസാനം കർത്താവിനെ സ്വീകരിച്ചാൽ ഇങ്ങനെയുള്ള ദൈവവേല എനിക്ക് ചെയ്യുവാൻ കഴിയുകയില്ലായിരുന്നു. ദൈവം എന്നെയും നിന്നെയുമല്ല എല്ലാ വ്യക്തികളെയും മാതാവിൻ്റെ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ അറിഞ്ഞവനാണ്. ലോകം ഒരു നാൾ മാറിപ്പോകും, എന്നാൽ നിന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിനക്ക് വേണ്ടിയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നതെന്ന് കർത്താവ് പറയുന്നു. ഇന്ന് നോക്കിയാൽ അവൻ നമ്മുടെ മധ്യയിൽ ശരീരധാരിയായിട്ടില്ല. അവൻ വചനത്തിൽ കൂടിയാണ് നമ്മുടെ മുൻപിൽ വരുന്നത്. അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നവർ, അവൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്ന അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടത്തുവാൻ വേണ്ടി അവൻ നോക്കുന്നു. എനിക്കും നിനക്കും തമ്മിൽ എന്തെന്ന് ചോദിക്കരുത്. ദൈവത്തിന് നീ ആവശ്യമാകുന്നു. ഒരു പയ്യൻ ഒരു ചെറിയ തടി വെച്ചിട്ട് ചെറിയൊരു തോണി ഉണ്ടാക്കുവാനിടയായി. അതിന് നല്ല കറുത്ത പെയിൻ്റൊക്കെ അടിച്ച് അതിൽ പേരൊക്കെ എഴുതി വെച്ചിട്ട് സ്നേഹത്തോടുകൂടി എൻ്റെ തോണിയാണ്, എൻ്റെ തോണിയാണ്, എൻ്റെ കറുത്ത തോണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് അതിനെ ഇടുവാനിടയായി. അത് വെള്ളത്തിൽ കൂടി അങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ അവൻ വളരെ സന്തോഷിക്കുവാൻ ഇടയായി. അതിൻ്റെ ഒരു വശത്ത് അതിൻ്റെ നീളം കൂടിയത് കൊണ്ട് അതിലേക്ക് പെട്ടെന്ന് വെള്ളം കയറി
ആ തോണി ഒഴുക്കിൽപ്പെട്ടു പോകാനിടയായി. ആ തോണി കാണുവാനേ ഇല്ല. ആ ചെറിയ തോണി കാണാതെ പോയപ്പോൾ ഞാൻ സ്നേഹിച്ച, എൻ്റെ പേരിട്ടതായ എൻ്റെ തോണി, എൻ്റെ കറുത്ത തോണി, എൻ്റെ മനോഹരമായ തോണി കാണുവാനില്ല എന്ന് പറഞ്ഞ് കരയുവാനിടയായി. അവൻ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എല്ലാ ദിവസവും ആ തോണിയെക്കുറിച്ച് ഓർത്ത് കരയുമായിരുന്നു. ഒരു ദിവസം ചന്തയിൽ ചെന്നപ്പോൾ അവിടെ പഴയ സാധനങ്ങൾ വിൽക്കുന്നതായ ഒരു കടയുണ്ട്. ആ ചന്തയിൽ, ആ കടയിൽ ചെന്ന സമയത്ത് താൻ ഉണ്ടാക്കിയ ആ കറുത്ത തോണി അവിടെ കാണുവാനിടയായി. അവൻ ഓടിച്ചെന്നു ആ തോണി എടുത്തിട്ട് ഉമ്മ കൊടുത്തിട്ട്, അബ്ബാ, എൻ്റെ തോണി, എൻ്റെ തോണി, എൻ്റെ തോണി എനിക്ക് കിട്ടി എന്ന് സന്തോഷത്തോടെ പറഞ്ഞ് മുൻപോട്ട് പോകുന്നതായ സമയത്ത് ഒരടി, ഡാ അവിടെ നിൽക്കൂ. എന്താണ് സാർ, എന്താണെന്ന് ചോദിക്കുകയാണോ? തോണി എടുത്തുകൊണ്ട് പോവുകയാണോ? കാശ് തരുമെന്ന് പറഞ്ഞു. എന്തിനാണ് കാശ് തരുന്നത്? ഇതെൻ്റേതാണ്, ഇത് ഞാൻ ഉണ്ടാക്കിയ തോണിയാണ്, ഇത് ഞാൻ തന്നെ പെയിന്റ് അടിച്ച തോണിയാണ്, നോക്ക്, എൻ്റെ പേര് പോലും ഞാൻ എഴുതിയിട്ടുണ്ട്. അതൊന്നും എനിക്കറിയില്ല മോനെ, ആരോ കൊണ്ട് ഇവിടെ വിൽക്കുവാനിടയായി, അതിൻ്റെ വില ഞാൻ കൊടുത്തു, ഇത് വേണമെങ്കിൽ 500 രൂപ ഇവിടെ തന്നിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അതെന്താണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയ തോണിക്ക് ഞാൻ തന്നെ പണം കൊടുക്കണമോ? വേണമെങ്കിൽ കൊണ്ടുപോകൂ, അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് പോകൂ. അത് കേട്ട് അവൻ പോക്കറ്റിൽ തപ്പി നോക്കിയ സമയത്ത് അതിൽ 200 രൂപ പോലുമില്ല. എന്നിട്ട് കയ്യിൽ കിടന്ന വാച്ചും അവൻ്റെ ഷൂസും ഷർട്ടും സകലതും കൊടുത്തിട്ട്, നോക്കൂ, എൻ്റെ കയ്യിൽ ഇത്രയും പണമില്ല, എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം ഇതൊക്കെയാണ്, ഇത് നിങ്ങൾ എടുത്തിട്ട് ആ തോണി എനിക്ക് തിരിച്ചു തരിക എന്ന് പറഞ്ഞിട്ട് എല്ലാം കൊടുത്തിട്ട് ആ തോണിയും വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് സന്തോഷത്തോടുകൂടി പാട്ടുപാടി പോവുകയാണ്. ഞാൻ ഉണ്ടാക്കിയതായ തോണിയാണ്, ഞാൻ സ്നേഹിക്കുന്ന തോണിയാണ്, എനിക്കിഷ്ടമുള്ളതായ തോണിയാണ്, എൻ്റെ പേരിട്ടിരിക്കുന്നതായ തോണിയാണ്, ഞാൻ തന്നെ നിർമ്മിച്ചെടുത്ത തോണിയാണ്, എനിക്കിഷ്ടമുള്ള തോണിയാണ് എന്ന് പറഞ്ഞ് അവൻ സന്തോഷത്തോടുകൂടി പോകാനിടയായി. അവൻ എന്തൊക്കെയാണ് ചെയ്തത്? അവനത് നിർമ്മിക്കുകയും ചെയ്തു, പിന്നീട് എന്ത് ചെയ്തു? അത് വില കൊടുത്ത് വാങ്ങുകയും ചെയ്തു. നീ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ചെന്നാൽ അവനും സന്തോഷിക്കുവാനിടയാകും. ആ ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്, നാം അവൻ്റെ ആടുകളാണ്. അവൻ്റെ സാദൃശ്യത്താലും സ്വരൂപത്താലും അവൻ നമ്മെ സൃഷ്ടിച്ചു. നമ്മൾ പിശാചിന്റെ കയ്യിൽ അകപ്പെട്ടു പോവുകയാണെങ്കിൽ, പിശാചിന്റെ അടിമയായി തീർന്നാൽ, പിശാചിന്റെ ബന്ധനത്തിൽ അകപ്പെട്ടാൽ, ഇവിടെ എന്താണ് യേശുക്രിസ്തു ചെയ്തത്? വീണ്ടും അവൻ നമ്മെ വില കൊടുത്തു വാങ്ങിയിരിക്കുകയാണ്. എത്ര രൂപ കൊടുത്തു? അത് വെള്ളിയും സ്വർണവും ഒന്നും കൊടുത്തിട്ടല്ല, നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊടുത്തിട്ടാണ് അവൻ വാങ്ങിയത്. തൻ്റെ രക്തം ഒഴുക്കിയിട്ടാണ് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. നിങ്ങൾ വില കൊടുത്ത് വാങ്ങിക്കപ്പെട്ട ആളുകളാകിയാൽ നിങ്ങൾ നിങ്ങളുടെ സ്വത്ത് അല്ല, നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇന്ന് നീ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ അവൻ നിന്നെ കണ്ടതുകൊണ്ടാണ്. നിനക്ക് അറിവില്ലാതെ ഇരുന്നപ്പോൾ, നീ അവിശ്വാസത്തിലായിരുന്നപ്പോൾ, നീ കർത്താവിനെ അറിയാത്ത അവസ്ഥയിലായിരുന്നപ്പോൾ കർത്താവ് നമ്മെ വിടുവിച്ചു, നമ്മെ രക്ഷിച്ചു, തൻ്റെ രക്തം കൊടുത്ത് നമ്മെ വാങ്ങിയിരിക്കുന്നു. ഇത് വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവൻ്റെ പാദത്തിലേക്ക് അടുത്തു ചെല്ലുന്നവർ ഭാഗ്യവാന്മാർ. നിങ്ങളെല്ലാവരും ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയം പരിശുദ്ധാത്മാവ് വൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോവുകയാണ്. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, കർത്താവേ, ഒരിക്കൽ കൂടി നിന്റെ നാമത്തിൽ കടന്നു വന്നതായ ഞങ്ങളെല്ലാം നീ ദർശിക്കണമേ. കർത്താവേ, നീ ഇന്ന് ആരെയൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അവരോട് നീ സംസാരിക്കണമേ. പലതരത്തിലുള്ള പിശാചിന്റെ ബന്ധനത്തിൽ ആയിരിക്കുന്നവരെ നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. ഏതു കുടുംബത്തിലാണ് പിശാച് കടന്നു വന്നിട്ട് ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ ഭിന്നത ഉണ്ടാക്കിയെടുത്ത് ആ കുടുംബത്തെ നരകതുല്യമാക്കി മാറ്റിയത്, അങ്ങനെയുള്ള കുടുംബത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ നീ പകരണമേ കർത്താവേ. ആരൊക്കെയാണോ തങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ട്, ഏത് യൗവനക്കാരനാണോ തൻ്റെ ഹൃദയം ദൈവത്തിന് കൊടുക്കാതെ ലൗകിക സുഖങ്ങൾക്കും മറ്റും അടിമപ്പെട്ട് വ്യഭിചാരം പോലെയുള്ള നീചമായ കാര്യങ്ങൾക്ക് ഹൃദയത്തിൽ ഇടം കൊടുത്ത് ജീവിക്കുന്ന എല്ലാവരെയും നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് പിതാവേ. പാപത്തിന്റെ ബന്ധനത്തിൽ ആയിരിക്കുന്ന സകല വ്യക്തികളെയും നീ ഇന്ന് വിടുവിക്കണമേ ദൈവമേ. അന്നു നിന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് സകല വ്യാധികളെയും സൗഖ്യമാക്കുന്നതിന് വേണ്ടി ഭൂതങ്ങളെ അഴിച്ചു കളയുവാൻ നീ അധികാരം കൊടുത്തുവോ? നീ കൊടുത്ത അധികാരം ഉപയോഗിച്ച്, നിന്റെ രക്തത്തിന്റെ ശക്തി ഉപയോഗിച്ച് സകല രോഗങ്ങളെയും സൗഖ്യപ്പെടുത്തുകയാണ് കർത്താവേ. ഓരോരുത്തരും ജീവിതത്തിലെ പിശാചിന്റെ സകല പ്രവർത്തനങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെയെല്ലാം വിടുവിക്കുകയാണ് കർത്താവേ. ആരും വെറും കൈയോടുകൂടി മടങ്ങിപ്പോകാതെ രക്ഷാ സന്തോഷത്തോടുകൂടി പോകുവാൻ, സൗഖ്യം പ്രാപിച്ച് പോകുവാൻ, വാഗ്ദത്തങ്ങൾ പ്രാപിച്ചു പോകുവാൻ
പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് പകരണമേ. നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളെല്ലാം അയക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.